ഈ മാല അഴിച്ചു വെക്കാറായില്ലേ? വീടിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി? ഏ വേണ്ടല്ലേ, 190 മുതലാകണ്ടല്ലേ? ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കടന്നുറങ്ങിയിട്ടോ, ഉറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ണ് മിഴിയണേ ഇല്ലാന്ന്. കണ്ണ് പിന്നെയും ഭയങ്കര ഒരു ക്ഷീണം പോലെ. ഇനി നമുക്ക് ഇവിടുത്തെ ഈ മെറ്റലുകൾ കണ്ടോ, നമ്മുടെ ഈ ചെടി കണ്ടോ, ചെടി ഇതല്ല, മെറ്റലുകൾ കണ്ടോ? ഈ മെറ്റലുകൾ നമ്മൾ ഇവിടുത്തെ ഈ മെറ്റലുകളൊക്കെ ഇവിടുന്ന് മുതൽ അതുവരെ നമ്മൾ ആ മെറ്റലൊക്കെ ഓരോരുത്തേക്ക് കൂട്ടാൻ പോവുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ കാണിപ്പാട്ട് നടത്തുകയല്ലേ, അപ്പം മറ്റന്നേണ് കാണിപ്പാട്ട് നടത്തുന്നത്. കാലിൻ്റെ കുതി ഭയങ്കര വേദന കേട്ടോ. ഇത് ഈ കയ്യിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലേ നല്ല സുഖം, കാലിന് നല്ല മസാജാണ്. സത്യം പറയാലോ, ചെരുപ്പിടാണ്ട് നടക്കണം. ഈ ടൈലിൽ നടക്കും കൊണ്ടാണോ എന്താണെന്നറിയില്ല, കാലിൻ്റെ കുതി നിലത്ത് വയ്ക്കാൻ പറ്റണില്ല. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമല്ലോ ചേട്ടാ. ഇപ്പം ഇന്നലെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് വിറ്റാമിൻ്റെ ഒക്കെ ഒരു കുറവാണ് പറഞ്ഞിട്ട് ഡോക്ടർ വിറ്റാമിൻ ഗുളികയൊക്കെ തന്നു. ഞാനിപ്പോൾ വരാം, എൻ്റെ ഇതെടുത്തിട്ടെ, ചെരുപ്പ് എടുത്തിട്ടെ. അപ്പോൾ ഇവിടത്തെ ഒന്നും വേണ്ട, ഇവിടെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള മെറ്റൽ മൊത്തം കളയണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് മെറ്റൽ ഇവിടേക്ക് ഇടാൻ പറ്റില്ലേ? എന്തിനാ അത് എടുക്കണേന്ന് ചോദിക്കണേട്ടാ. പിന്നെ ഇതെന്താ ചെയ്യണ്ടത്? ചോറ് വെക്കണ്ടേ അമ്മന്? നാളെ മാവും കൊണ്ട് നാളെ എന്തൊക്കെയാ നീ പറയണ്? ഞാൻ വരണോ ഏട്ടാ? ഞാൻ വരണോ? എന്തിന്? അത് ഇങ്ങോട്ട് എടുത്തിടാന്. കൊണ്ടെടുത്തോ. കണ്ടോ സുകന്യ ഇരിക്കുന്നുണ്ടോ? നീ ഒരു പാത്രം ചാണകം അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചോടകം കൊണ്ടുവന്നത്, അത് നാളെ രാവിലെ. ഇത് വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ, ഉണ്ടാവില്ലേ? അതുകൊണ്ടാണിത്, വെളിച്ചപ്പാടുണ്ടാവും. അപ്പോൾ വെളിച്ചപ്പാട് ചാടുമ്പോൾ അവരുടെ കാലിൽ തട്ടാതിരിക്കണം. ഞാൻ കൂടെ എവിടേക്കാണ് സുവന്യേ? എന്താ നീ ഒരു കാര്യം പറയുമ്പോൾ ഓടണം? പൊന്ന് മാവുണ്ടില്ലെന്ന് പൊന്നാ. അമ്മ എന്തടി ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നു? ഇന്ന് ഇഡ്ഡലി കൊണ്ടത് കഴിച്ചോ? സാമ്പാർ കഴിഞ്ഞോ? ഇനി ഉണ്ടായില്ലേ? കൂട്ടുകാരികൾക്ക് കൊടുത്തോ? എന്തേ ഈ കല്ല് ശരിക്കും അത് കൂടെ ശരിക്കില്ലേ? ഇതിൽ കൂടെ ഇനി എന്തെങ്കിലും കല്ലൊന്നും ഇട്ടിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞല്ലേ ഈ തറച്ചൊമര് ഫുള്ളും വൃത്തികേടാവും കേട്ടോ. ഒന്നിനും പറ്റില്ല. അല്ലെങ്കിലേ വൃത്തികേടായിട്ടാണ് വീട് പണി കഴിച്ചത്. സാമ്പാറും ചോറും. അപ്പോൾ പിന്നെ ഞങ്ങളത് മാറ്റി മോരുകൂട്ടാനും ചോറും ഉപ്പേരിയും ആക്കാനും വിചാരിച്ചിട്ടോ. മോരുകൂട്ടാനോ സാമ്പാർ എന്തെങ്കിലുമൊക്കെ അല്ലേട്ടാ. അത് മോരുകൂട്ടാനാണ് പറഞ്ഞാൽ കുറച്ച് കുമ്പളങ്ങിയും ചേമ്പും ഒക്കെ വാങ്ങിയാൽ മോരുകൂട്ടാൻ രസം വെച്ചാലേ. പൊന്നോ അപ്പോൾ പൊന്നോ എന്താ ചേച്ചക്ക്? ഒന്നിങ്ങോട്ട് വായ നീയേ. ചായ കുടിച്ചിട്ട് സ്പൂണില്ലേ, ആ സ്പൂണും കൊണ്ട് കളിക്കന്നെ ഇപ്പൊ പണി. സ്പൂൺ എവിടെയും വെക്കാൻ പറ്റില്ല. മണ്ണിന്റെ മണം, എന്തൊരു മണം. മണ്ണ് കളിക്കാണ് അവിടെ. നമ്മളില്ലേ ഒന്ന് ചെയ്തിട്ടില്ല കണ്ടോ? അതിലൊന്നുമില്ല ടമ്പൂട്ടി തെങ്ങ് ഇതാക്കാൻ. അപ്പോഴേ ഇന്ന് മകരവിളക്കല്ലേ,
അപ്പം എന്താ കുട്ടികളും മലയ്ക്ക് മാലയിടുന്ന വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇത് കൂടെ ഉൾപ്പെടുത്താം. മാല ഇടുന്നത് ഉൾപ്പെടുത്താം കേട്ടോ. നേരം വൈകിയോ? വൈകിയില്ലേ? എന്താണ് നീ എന്ത് കല പറയണ്? പിന്നെ അതെ, ശരണ വിളിക്കാൻ അറിയില്ലാന്നോ? ശരണ വിളിക്കാനൊക്കെ പഠിക്കണം. ആഹാ, ഷാമിയാണെങ്കിൽ ചെരുപ്പിടില്ല ഞാൻ. മണ്ണാക്കല്ലടാ കിച്ചു, മണ്ണാക്കല്ലേ അത്. ഓ വെളുകിലിത്ര ഇതിലിത്ര പാമ്പിന്റെ സ്വാമി 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 അയ്യര സോദരേ ഗുരുനാഥനേ കന്നിമേൽ ഗണപതി ഭഗവാനേ മണികപ്പുറത്തമദേവി ലോകമാതാവേ കെട്ടിൽ വാവര് സ്വാമിയേ കൊടുത്ത സ്വാമിയേ നാഗരാജാവേ സ്വാമിയുടെ ഭൂതഗണങ്ങളെ സ്വാമിയുടെ കന്യക്കാരെ സ്വാമിയുടെ പഴമക്കാരെ കൈകാൻ വരുന്ന ഭഗവാനെ ദർശനം തരണം ഭഗവാനെ വിദ്യാഭേദങ്ങളാണ് ഭഗവാനെ ബോധവും നൽകണം ഭഗവാനെ സ്വാമിയുടെ സത്യമായ 18-ാം പടിയേ 18-ാം പടി കയറ്റണം ഭഗവാനെ ദർശനം തരണം ഭഗവാനെ സ്വാമിയേ സ്വാമിയേ സകല പരിവാര സമേതം സത്യമായ 18-ാം പടി മല പോളി വാണരോടും ഓം ശ്രീ ഹരിയസുനാനന്ദയത്രയനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. സ്വാമി സ്വാമി ഗുരുനാഥനേ കൈകാൻ വരുന്ന ഭഗവാനെ ദർശനം തരണം ഭഗവാനെ സ്വാമിയുടെ കന്യക്കാരെ സ്വാമിയുടെ പഴമക്കാരെ കന്നിമേൽ ഗണപതി ഭഗവാനെ മാളികപ്പുറത്തമ്മദേവി ലോകമാതാവേ കെട്ടിൽ വാവര് സ്വാമിയെ കൊടുത്ത സ്വാമിയെ നാഗരാജാവേ സ്വാമിയുടെ ഭൂതഗണങ്ങളെ സ്വാമിയെ സ്വാമിയെ സകല പരിവാര സമയത്ത് സത്യമായ 18-ാം പടി മല പോളി വാണരോടും ഓം ശ്രീ ഹരിയസുനാനന്ദയത്രയനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ 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 അയ്യര സോദരേ ഗുരുനാഥനേ ഭൂതനാഥനേ കൽക്കട വർണ്ണനേ ഭാവാസനേ ഭഗവാൻ വരുന്ന ഭഗവാനേ അറിവും ബോധവും നൽകണം ഭഗവാനെ 18-ാം പടി സ്വാമിയേ സ്വാമിയേ സ്വാമിയേ
സകല പരിവാര സമേതം സത്യമായ പൊന്നുപതിനെട്ടാം പടി മലമുകളിൽ വാണരുളും. ഓം ശ്രീ ഹരിയപ്പ സ്വാമി ഗുരുനാഥനെ കന്നിമേൽ ഗണപതി ഭഗവാനെ പ്രഥമതേ ലോകമാതാവേ സ്വാമിയെ അടുത്ത സ്വാമിയെ രാജാവേ നമ്മുടെ കന്നിക്കാരെ നമ്മുടെ പഴമക്കാരെ വരുന്ന ഭഗവാനെ പതിനെട്ടാം പടിയേ പരിവാര സമേത സത്യമായ പതിനെട്ടാം പടി മലമുകളിൽ വാണരുളും. ഓം ശ്രീ സ്വാമി 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 എൻ ഗുരുനാഥനെ കന്നിമേൽ ഗണപതി ഭഗവാനെ മാളികപ്പുറത്തമതി ലോകമാതാവേ കൈതൊഴാൻ വരുന്ന ഭഗവാനെ സത്യമായ പൊന്നു 18-ാം പടിയേ 18-ാം പടി കയറ്റണം ഭഗവാനെ ദർശനം തരണം ഭഗവാനെ അറിവില്ലാവിധങ്ങളാണ് ഭഗവാനെ അറിവും ബോധവും നൽകണം ഭഗവാനെ സ്വാമിയേ സത്യമായ പൊന്നു 18-ാം പടിയേ സകല പരിവാര സമേതം സത്യമായ 18-ാം പടി മലമുകളിൽ വാണരുളും. ഓം ശ്രീ ഹരിയസൂനാനന്ദയ്യപ്പ സ്വാമി അയ്യപ്പ കാത്തുരക്ഷിക്കണം ഭഗവാനെ സ്വാമിയേ 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 ഓം ശ്രീ ഹരിയസൂനാനന്ദയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ സംസ്ഥാനം മുറക്കണേ ഭഗവാനെ ഓം ശ്രീ ഹരിയസൂനാനന്ദയ്യപ്പ ഒന്ന് അടിച്ച് വൃത്തിയാക്കി മെറ്റ്. അതെ ഞാൻ മറന്നു. അങ്ങനെ പോവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനമാണ് ആ മൈക്കൊക്കെ അല്ലേ? ഇത് ഈ മൈക്ക് ഇപ്പൊ എത്ര വർഷമായില്ലേട്ടാ അല്ലേ? കൊറേ നിന്നോട്ടെ ഈ മൈക്ക്. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയത്തെ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. നേരത്തെ പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ മകരജ്യോതി കാണാം. അത് നല്ല രസമാണ്. ഇങ്ങനെ നമുക്കത് കാണുമ്പോലെ അന്ന് നേരെ കാണാൻ പറയണ ഒരു ടി വിയിൽ എന്താ. അപ്പോൾ എന്തായാലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം.